നമസ്കാരം. ഉണ്ണിക്കണ്ണൻ മംഗലം ഡാം എന്ന് പറയുന്ന വ്യക്തിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലയാളി സോഷ്യൽ മീഡിയയിലെ ഇര. പാലക്കാട് ജില്ലയിലെ മംഗലം ഡാം സ്വദേശിയായ ഈ ചെറുപ്പക്കാരൻ കടുത്ത ഒരു വിജയ് ആരാധകനാണ്. വിജയ്ക്കൊപ്പം അഭിനയിക്കണമെന്നൊക്കെയുള്ള മോഹവുമായി നടക്കുന്ന ഈ വ്യക്തിയെ പല യൂട്യൂബ് ചാനലുകളും നേരത്തെ ഇന്റർവ്യൂ ചെയ്ത് കച്ചവടമാക്കിയിട്ടുണ്ട്. വിജയ് ആരാധനയ്ക്കുള്ള തെറിവിളി മുതൽ കടുത്ത ബോഡി ഷെയ്മിങ്ങും ഒക്കെ പ്രബുദ്ധ മലയാളികൾ ഈ വീഡിയോകളുടെ അടിയിൽ കമന്റ് ആയിട്ടിരിക്കുന്നതും അവിടെ പോയി നോക്കിയാൽ കാണാം. ഇപ്പോൾ ഈ ഉണ്ണിക്കണ്ണൻ വീണ്ടും തെറിവിളികൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഉണ്ണിക്കണ്ണൻ തന്റെ വീട്ടിൽ നിന്നും ചെന്നൈയിൽ വിജയുടെ വീട്ടിലേക്ക് ഏതാണ്ട് 500-600 കിലോമീറ്റർ ദൂരം കാൽനടയായി സഞ്ചരിക്കുകയാണ്. വിജയെ കാണണം, ഒപ്പം നിന്നൊരു ഫോട്ടോ എടുക്കണം, അതാണ് ആഗ്രഹം. അതിനാണ് ഇപ്പോഴത്തെ ഈ കാൽനട യാത്ര. നിനക്കൊന്നും വേറെ പണിയില്ല എന്ന് തുടങ്ങി അധ്വാനിച്ച് ജീവിക്കടോ, അമ്മയെയും അച്ഛനെയും നോക്കടാ എന്നിങ്ങനെ ബോഡി ഷെയ്മിങ് വരെ ഉണ്ട് ആ തെറിവിളികളിൽ. ആരാധിക്കുന്ന താരത്തെ കാണാൻ 600 കിലോമീറ്റർ കാൽനടയായി പോകുന്ന ഈ ഉണ്ണിക്കണ്ണനെ തെറിവിളിക്കാൻ ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് എന്താണ് അവകാശമുള്ളത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. വളരെ പ്രൊഡക്റ്റീവായി ഉപയോഗിക്കേണ്ട സമയത്തെ അല്ലെങ്കിൽ അധ്വാനത്തെ ഒക്കെ ഉണ്ണിക്കണ്ണൻ വെറുതെ പാഴാക്കുന്നു. ഇവന് ഇങ്ങനെ ചെയ്യാൻ ഭ്രാന്താണോ എന്നതാണ് എല്ലാവരുടെയും ചോദ്യം. അതിനാണ് ഉണ്ണിക്കണ്ണൻ ഈ തെറികളെല്ലാം കേൾക്കുന്നത്. അയാളെ എല്ലാവരും ഇങ്ങനെ വട്ടം കൂടി തെറി വിളിക്കുന്നതും ഈ ഒരു കാരണത്താലാണ്. ഈ ഉണ്ണിക്കണ്ണൻ 600 കിലോമീറ്റർ നടന്നു പോകുന്നത് ഒരു ദേവാലയത്തിലേക്കോ, അതായത് ഒരു തീർത്ഥാടനത്തിനോ മറ്റോ ആണെന്ന് കരുതുക. അയാൾക്ക് ഇങ്ങനെ തെറി വിളി കിട്ടുമായിരുന്നു? ഒരിക്കലും ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. പകരം സ്വാമി ശരണവും ഇൻഷാ അല്ലായും പ്രൈസ്തിലോടും ഒക്കെ കമന്റുകളിൽ നിറഞ്ഞേനെ. എല്ലാ വർഷവും 1000 കിലോമീറ്റർ ഒക്കെ കാൽനടയായി ശബരിമലയ്ക്ക് വരുന്ന ആൾ, ഇവിടെ നിന്നും പാകിസ്ഥാൻ ബോർഡർ വരെയൊക്കെ നടന്ന് ഹജ്ജിന് പോകുന്ന മറ്റൊരാൾ, എല്ലാ വർഷവും കിൻഡൽ ഭാരമുള്ള മരക്കുരിശുമെടുത്ത് മല കയറുന്ന വേറൊരാൾ, ഇവരൊക്കെ പാഴാക്കുന്ന അതേ പ്രൊഡക്ടിവിറ്റിയും സമയവും ഒക്കെ മാത്രമേ ഉണ്ണിക്കണ്ണനും പാഴാക്കുന്നുള്ളൂ. ഉന്നത ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ എടുത്ത് ഈ ലോകത്തെ തന്നെ മാറ്റാൻ ശേഷിയുള്ള എത്രയോ പേർ ആൾദൈവങ്ങളുടെ മഠങ്ങളിലും മതപൗരോഹിത്യത്തിലും ഒക്കെ കഴിയുന്നു. അവരൊന്നും ചെയ്യാത്ത എന്ത് കാര്യമാണ് ഈ ഉണ്ണിക്കണ്ണൻ ചെയ്തത്? സ്വന്തം ശരീരത്തെ ഒരു കാരണവുമില്ലാതെ പീഡിപ്പിച്ച് ഇഷ്ടദൈവത്തെ കാണുമ്പോഴുള്ള അതേ മാനസിക സംതൃപ്തിയും സന്തോഷവും അതേ ഗുണങ്ങളും മാത്രമാണ് ഉണ്ണിക്കണ്ണനും കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ തെറി വിളിക്കുന്നവർ ഒന്നുകൂടി ഇരുത്തി ആലോചിക്കുക. വിദ്യാസമ്പന്നരായ യുവാക്കൾ മതവിശ്വാസങ്ങളുടെയും ആൾദൈവങ്ങളുടെയും വശീകരണത്തിന് ഇരയാകുന്നത് കാണുമ്പോൾ ആർക്കും അമ്പരപ്പില്ല. എന്നാൽ ഉണ്ണിക്കണ്ണൻ എല്ലാവർക്കും അപമാനമാണ് താനും. ഈ ഒരു പ്രതിഭാസം ഏതെങ്കിലും ഒരു പ്രദേശത്തോ മതത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇത് സമൂഹങ്ങളെ പലതരത്തിൽ ബാധിക്കുന്ന ഒരു ആഗോള പ്രശ്നം തന്നെയാണ്. അത്തരം അന്ധവിശ്വാസത്തിന്റെ അനന്തരഫലങ്ങൾ വിനാശകരമായിരിക്കും. ഇത് വിമർശനാത്മക ചിന്താശേഷി നഷ്ടപ്പെടുന്നതിലേക്കും ഒപ്പം സാമ്പത്തിക നാശം, ശാരീരിക ഉപദ്രവങ്ങൾ എന്നിവയിലേക്കുമൊക്കെ മനുഷ്യനെ നയിക്കുന്നു. അതൊരു സിനിമ ആരാധകന്റെ കാര്യത്തെക്കാൾ ഗൗരവമുള്ളതാണ്. അതിനൊക്കെ കൈയടിക്കുന്ന സമൂഹമാണ് ഇപ്പോൾ ഇയാളെ മണ്ടൻ എന്നൊക്കെ വിളിക്കുന്നത്. ദൈവപുരുഷന്മാർ അഥവാ ആത്മീയ നേതാക്കൾ, ആൾദൈവങ്ങൾ, ഇങ്ങനെയുള്ളവരെല്ലാവരും പലപ്പോഴും ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള ആത്യന്തിക പരിഹാരമായി അവരെ തന്നെ അവതരിപ്പിക്കുന്നവരാണ്. അവർ ദിവ്യശക്തികൾ കൈവശം വെച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നു. അത്ഭുതങ്ങൾ, രോഗശാന്തി, ആത്മീയ പ്രബുദ്ധത എന്നിവ നൽകുന്നു എന്നൊക്കെ വിളംബരം ചെയ്യുന്നു. വിദ്യാസമ്പന്നരായ പല യുവാക്കളും ഇതിൽ ആകർഷിക്കപ്പെടുന്നു. ഒരു താരത്തോടുള്ള ആരാധനയേക്കാൾ ഭീകരമായ പ്രശ്നമാണിത്. അത്തരം വിശ്വാസങ്ങൾക്കും പുരോഹിതന്മാർക്കും സാമ്പത്തിക നേട്ടത്തിനും ലൈംഗിക സുഖത്തിനും ഒക്കെ വേണ്ടി അനുയായികളെ ചൂഷണം ചെയ്യാനും വൈകാരികമായി അവരെ കൈകാര്യം ചെയ്യാനും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാനും ഒക്കെ കഴിയും. ദേര സച്ച സൗദ വിഭാഗത്തിന്റെ നേതാവായ ഗുർമീത് റാം റഹീം സിംഗ് മുതൽ ഇങ്ങ് നമ്മുടെ കേരളത്തിലെ മതപൗരോഹിത്യവും മതപഠനശാലകളിലും എല്ലാം നടക്കുന്നത് അത് തന്നെയാണ്. ഒന്നാലോചിച്ച് നോക്കൂ. ഇതിനെല്ലാം ഇരകളാകാൻ സമയവും അധ്വാനവും ജീവിതവും എല്ലാം സമർപ്പിക്കുന്നവർ ഉണ്ണിക്കണ്ണനേക്കാൾ മണ്ടന്മാരല്ലേ? ഇനി നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ കടുത്ത ഫാനുകൾ നമ്മുടെ നാട്ടിൽ കൂടുതലായും കണ്ടുവരുന്നത് എന്ന് നോക്കാം. അതിന്റെ കാരണവും ചെറുപ്പത്തിലെ തലയിലേക്ക് കയറ്റപ്പെടുന്ന മതബോധവും അത്തരമൊരു അന്തരീക്ഷത്തിൽ വളരേണ്ടി വരുന്ന സാഹചര്യവുമൊക്കെയാണ്. ഇഷ്ടദൈവത്തിന്റെ പ്രീതിക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത വിശ്വാസി സമൂഹം ഇവിടെയുണ്ട്. പട്ടിണി കിടക്കുക, കൂറ്റൻ മരങ്ങൾ എടുത്ത് മല കയറുക, ചെരുപ്പടാതെ നടക്കുക എന്ന് തുടങ്ങി
ശരീരമാസകലം തുളക്കുന്ന പരിപാടി വരെ ഇവിടെയുണ്ട്. അങ്ങനെ ഒരു മതബോധത്തിൽ അല്ലെങ്കിൽ ആരാധനാ രീതിയിൽ രൂപപ്പെടുന്ന ഒരു താരാരാധനയാണ് ഇവിടുത്തെ സിനിമാ ഫാൻസിനും ഉള്ളത്. ഇഷ്ടതാരങ്ങളുടെ പ്രീതിക്കായി അവർ കിലോമീറ്ററുകൾ നടക്കും, കട്ടൗട്ടിൽ പാലൊഴിക്കും, അങ്ങനെ പലതും ചെയ്യും. എന്തായാലും ഉണ്ണിക്കണ്ണനെ തിരുത്തും മുമ്പ് ഓരോരുത്തരും സ്വയം തിരുത്താനും സ്വന്തം ബോധ്യങ്ങൾ വിലയിരുത്താനും ശ്രമിക്കട്ടെ. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.